വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ഇവിടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റും ICH ഗൈഡ് ലൈൻസും നോക്കും. സോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. സോ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്? ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അടുക്കളയിൽ കയറാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ അമ്മ വന്നിട്ട് പറയുവാണ്, ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം, ഇന്ന സാധനങ്ങൾ ചേർക്കണം. അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ ഉണ്ടാക്കുന്നത് ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സാമ്പാർ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എ മാനേജ്മെന്റ് അപ്രോച്ച് ടു ഗൈഡ് എംപ്ലോയി ഇൻ ഡെലിവറിംഗ് ദ ഡിസൈർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ബൈ ഇൻഫ്ലുവൻസിങ് ദിയർ ആക്ഷൻ ടു മീറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. സോ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ക്വാളിറ്റി, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ക്വാളിറ്റിയിൽ നമുക്കൊരു സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുക. ഇതിന്റെ ആവശ്യം എന്താണ്? ഒരു വിഷൻ കിട്ടുക, എംപ്ലോയീസിന് ഒരു വിഷൻ കൊടുക്കുക. അത് മാത്രമല്ല വിത്തിൻ ഓർഗനൈസേഷനിൽ ഒരു മോട്ടിവേഷൻ ബിൽഡപ്പ് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക, റെസിസ്റ്റൻസ്. ചില സമയങ്ങളിൽ നമുക്ക് ചേഞ്ചസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇപ്പോൾ ചില ആൾക്കാർ ഇന്നലെ 1 ഗ്രാം മുളക് പൊടി ഇട്ടു, ഇന്നും 1 ഗ്രാം മുളക് പൊടി ഇട്ടു, നാളെ ഇനിയിപ്പോൾ 1 ഗ്രാം അല്ലേ, എനിക്കറിയാം, ഒരു പിടി അങ്ങ് ഇട്ടാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെയല്ല. അത് മാറ്റാൻ വേണ്ടിയിട്ട് ആൻഡ് കോർപ്പറേറ്റ് കൾച്ചർ നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റിയുടെ ആവശ്യം എന്താണ്? സോ ബേസിക്കലി എന്താ ക്വാളിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് ആൻ ഒബ്ജക്ട് സാറ്റിസ്ഫൈ സ്പെസിഫിക് റിക്വയർമെന്റ്. നമ്മൾ പറയുന്ന റിക്വയർമെന്റ്, അതായത് ഒരു സാമ്പാർ എന്ന് പറയുമ്പോൾ ഇത്ര 100 ഗ്രാം കഷ്ണം, 100 ഗ്രാം പൊടി, 100 ഗ്രാം മുളക് പൊടി എന്ന് പറയുന്ന പോലെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയാണ്. സോ ക്വാളിറ്റിയുടെ ഫീച്ചേഴ്സ് എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഫ്രീഡം ഫ്രം ഡിഫക്റ്റ്, ഒരു കാരണവശാലും ഇത് കേടുവരാൻ പാടില്ല. സോ ഫ്രീഡം ഫ്രം ഡിഫക്റ്റ് ആൻഡ് വാല്യൂ ഓഫ് വർത്ത്നെസ് ഫോർ കൺസ്യൂമേഴ്സ്. കൊടുക്കുന്ന ആരാണോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആരാണോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എൻഡ് ആയിട്ടുള്ള ആരാണോ അവർക്കത് വാല്യൂ ഉണ്ടായിരിക്കണം. ഡൂയിങ് ഇറ്റ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം. സോ ബേസിക്കലി എന്താണ്? കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ കസ്റ്റമർ നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസിന്റെയും ഒരു അൾട്ടിമേറ്റ്. സോ അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടൊക്കെ ആണ് എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഫീൽഡിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല എന്നുള്ളതാണ്. സോ കൂട്ടാം മീൻസ് ഇതിന്റെ സ്പെസിഫിക് സ്റ്റാൻഡേർഡിൽ കൂട്ടാം കേട്ടോ. സോ ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കുക ചെയ്യുന്നത്, അഷ്വർ ചെയ്യാണ് ചെയ്യുന്നത്. എ സെറ്റ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എൻഷുറിങ് ക്വാളിറ്റി ഇൻ ദ പ്രോസസ് യൂസ് ടു ഡെവലപ്പ് പ്രൊഡക്ട്സ്. ഓരോ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ. ഡിഫക്റ്റ് ഒഴിവാക്കുക, പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ത്രൂ ഔട്ട് ദ പീരീഡിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. സോ നമ്മൾ ഈ ക്വാളിറ്റി അഷുറൻസ് കൊണ്ടുവരുന്നത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗം? എന്താണ്? ഡിഫക്റ്റ് ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? ഈ ഫംഗ്ഷൻസ് പറയുവാണെങ്കിൽ പ്രിവെന്റ് ക്വാളിറ്റി ഇഷ്യൂ ത്രൂ സിസ്റ്റമിക് ആക്ടിവിറ്റി ആൻഡ് ഡോക്യുമെന്റേഷൻ. നമുക്ക് സിസ്റ്റമിക് ആക്ടിവിറ്റി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇന്ന് കറക്റ്റ് പ്രോപ്പർലി ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ ചെയ്തു, നാളെയും ഇത് തന്നെ ചെയ്തേ, അങ്ങനെ എല്ലാ ദിവസവും ഒരേ സ്റ്റാൻഡേർഡ്സ് ആണ് കീപ്പ് ചെയ്തു എന്ന് അഷ്യൂർ ചെയ്യുന്നു. എൻഷുർ കംപ്ലൈൻസ് വിത്ത് GMB ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്. സോ GMB മീൻസ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. നിങ്ങൾ ഗുളികയാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ആ ഗുളിക ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഗുളിക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആവശ്യമാണ്. ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കുകയല്ല വേണ്ടത്, നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് GMP എന്ന് പറഞ്ഞാൽ. ആൻഡ് മോണിറ്റർ ക്വാളിറ്റി ആൻഡ് അഡ്വൈസ് ഓപ്പറേഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്. എന്താണ്? ക്വാളിറ്റി മോണിറ്റർ ചെയ്യുക ആൻഡ് ഓപ്പറേഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അഡ്വൈസ്. നമുക്ക് ഓരോ പ്രാവശ്യം ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപോലെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. അവരുടെയൊക്കെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റെസ്പോൺസിബിൾ ആരാണ്? QA ടീം ഉണ്ടാവും കേട്ടോ. നമുക്ക് എല്ലാവരും ഒരു QA ടീം ഉണ്ടാവും. അവർക്ക് ഒരുപാട് പോളിസി കൊടുത്തിട്ടുണ്ടായിരിക്കും. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നിങ്ങൾ ലാബിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ലാബ് മാനുവൽ, ദാറ്റ്സ് കോൾഡ് ആൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അത് വെച്ചിട്ട് അപ്പോൾ ഓഡിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് QA ടീം ആയിരിക്കും ഇതൊക്കെ നോക്കേണ്ടാവുക. നെക്സ്റ്റ് വൺ ഇസ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്തു, ഇനി കൺട്രോൾ നോക്കണം. എ സെറ്റ് ഓഫ് ആക്ടിവിറ്റി ഫോർ എൻഷുറിംഗ് ക്വാളിറ്റി ഇൻ പ്രൊഡക്റ്റ് ബൈ ഐഡന്റിഫൈങ് ഡിഫക്ട്. സോ നിങ്ങൾ സാധനം ഉണ്ടാക്കിയപ്പോൾ നോർമൽ ക്വാളിറ്റി അഷുറൻസ് ഒക്കെ നോക്കിയ സമയത്ത് ഡോക്യുമെന്റ് ചെയ്തപ്പം ഒരു ദിവസം ഒരു ഡിഫക്റ്റ് കണ്ടു. അത് ആര് റെക്ടിഫൈ ചെയ്യും? ക്വാളിറ്റി അഷുറൻസ് ആണോ? അല്ല, ക്വാളിറ്റി കൺട്രോൾ ആണ് അത് ഐഡന്റിഫൈ ചെയ്ത് ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വന്നു, അതിന് കാരണം എന്താണ്, ഇത് വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? ക്വാളിറ്റി കൺട്രോൾ ആണ് എന്നുള്ളതാണ്.
എന്താണ് ഇപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ സാധനത്തിലൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഈ ഒരു ക്വാളിറ്റി കൺട്രോളാണ്. കാര്യം നമ്മൾ ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞല്ലോ, അതിന് ശേഷമുള്ള കാര്യമാണ്. ആൻഡ് ഫങ്ഷൻസ് പറയുവാണെങ്കിൽ മെയിൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി ത്രൂ ഔട്ട് ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ്. ത്രൂ ഔട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ആൻഡ് നമ്മളെല്ലാം നോക്കി ഒക്കെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് എലിമിനേറ്റ് ക്വാളിറ്റി പ്രോബ്ലം ടു മീറ്റ് കസ്റ്റമേഴ്സ് നീഡ്. സോ കസ്റ്റമേഴ്സ് നീഡ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഒരു സ്പെസിഫിക് ടീമുണ്ട്. സോ GMP സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് ഇതും ചെയ്യുക എന്നുള്ളതാണ്. എളുപ്പമാണ്, ഒന്നുമില്ല, കാര്യം മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. സോ ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ QA ആൻഡ് QC ആണ്. നിങ്ങൾ വായിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. QAൻ്റെ കാര്യത്തിൽ നമുക്കൊരു ക്വാളിറ്റി അഷുറൻസ് ടീം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എല്ലാവരും റെസ്പോൺസിബിൾ ആണ് കേട്ടോ. പക്ഷേ QCയിൽ എന്തുണ്ട്? ഒരു സ്പെസിഫിക് ടീം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. സോ GMP എന്ന് പറയുന്നുണ്ട്. സോ GMP എന്ന് പറയുന്നത് സിസ്റ്റം എൻഷുറിംഗ് പ്രൊഡക്റ്റ് കൺസിസ്റ്റന്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺട്രോൾഡ് ആസ് പെർ ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കാനും അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞു തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് എന്ത്? GMP അല്ലെങ്കിൽ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്ന് പറയാം. സോ WHO ഡെഫിനിഷൻ ഉണ്ട്. പാർട്ട് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ദ എൻഷുർ ദ കൺസിസ്റ്റന്റ് പ്രൊഡക്റ്റ് ഓഫ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഇതാണ് WHO ഡെഫിനേഷൻ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നോക്കി വെക്കുക. നമുക്ക് GMPയിൽ 5 S'ലാണ് പറയുന്നത്. 5 PS എന്ന് പറയാം. സോ പീപ്പിൾ, പ്രോസസ്, പ്രൊഡക്റ്റ്, പ്രിമൈസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സോ വാട്ട് ഈസ് പീപ്പിൾ? സ്കിൽഡ് വർക്ക് ഫോഴ്സ്, നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ആൾക്കാർ വേണം. പ്രോസസ്, ഡിഫൈൻ ആൻഡ് ഡോക്യുമെന്റ് സ്റ്റെപ്സ്, നമ്മൾ ഡിഫൈൻഡ് ആയിരിക്കണം, ഓരോ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യണം. ആൻഡ് പ്രൊഡക്റ്റ് മീറ്റ് ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ. എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന മെഷീൻസ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന വെള്ളത്തിന് പോലും ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് പ്രിമൈസസ്, ഹൈജീൻ ആയിരിക്കണം, സേഫ് എൻവിറോൺമെന്റ് ആയിരിക്കണം. നമ്മൾ വൃത്തിയുള്ള സ്ഥലത്തിൽ വേണം എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പ്രൊസീജിയർ പറയുവാണെങ്കിൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. സോ ഞാൻ നേരത്തെ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു, വാട്ട് SOP കോൾഡ് ആസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സോ അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ബേസിക് ആയിട്ട് GMP പറഞ്ഞാൽ. സോ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഓർഗനൈസേഷനകത്ത് ഡിപ്പെൻഡൻസ് കുറയ്ക്കുക, പിന്നെ ഓപ്പറേഷൻ സ്കെഡ്യൂൾസുകൾ എന്ത് ചെയ്യുക, കൂടുതൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കുക, പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കുറയ്ക്കുക, എക്യുപ്മെൻറ്റും പീപ്പിൾ യൂട്ടിലൈസേഷനും മാക്സിമം ചെയ്യുക, ആൻഡ് കസ്റ്റമർ സർവീസ് കൂട്ടുക, ആൻഡ് പ്രൊവൈഡ് ഫ്ലെക്സിബിൾ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് സ്കെഡ്യൂളിംഗ്. സോ നെക്സ്റ്റ് അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് ഷോർട്ടേജ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് GMP കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മാക്സിമം ക്വാളിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് മാക്സിമം സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ വിചാരിക്കുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് GMP: define and control process, document deviation in manufacturing, traceability of manufacturing and distribution, investigate customer complaints, evaluate and control process changes, maintain well-documented procedures, ensure clean and hygiene manufacturing area, manage risk effectiveness, train employees on procedure, address recall efficiently, and maintain a control environment to process cross-contamination, ഇംപ്ലിമെന്റ് കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ. ഇതെന്താ മനസ്സിലായ? ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. കൺട്രോൾ പ്രോസസ്സിൽ ചെയ്യുക, മാനുഫാക്ചറിങ് പ്രോസസ്സിന് നമുക്ക് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യുക. ഡീവിയേഷൻ മീൻസ് നമ്മൾ ചെയ്യുന്ന തെറ്റുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുക. മാനുഫാക്ചറിംഗിലും ഡിസ്ട്രിബ്യൂഷനിലും ട്രേസബിലിറ്റി ഉണ്ടോ നോക്കുക. ആൻഡ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. എന്തെങ്കിലും കസ്റ്റമറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്നു, അത് നമ്മുടെ ഭാഗത്ത് തെറ്റാണോ, QA ആണോ QC ആണോ നോക്കുക. പിന്നെ നമ്മൾ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഡോക്യുമെന്റും പ്രൊസീജിയേഴ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. അതുമാത്രമല്ല ക്ലീൻ ഹൈജീൻ മാനുഫാക്ചറിങ് ഏരിയ കൊണ്ടുവരിക, റിസ്ക് കുറയ്ക്കുക, ട്രെയിൻഡ് എംപ്ലോയീസിനെ കൂട്ടുക. പിന്നെ അതുമാത്രമല്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റീകോൾ ചെയ്യാനുള്ള ഒരു അനുവാദം ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ CAPA കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് GMPക്കകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ പിന്നെ ഫർദർലി ക്ലാസിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്താണ് നമ്മൾ ഇത് എഴുതി പോകുന്നത്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ കാറ്റഗറി ഓഫ് GMP. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ നിങ്ങളിത് വായിച്ചോളാം, ഇത് നിങ്ങൾ വായിക്കേണ്ട ഭാഗമാണ്. സോ ഞാനത് വായിച്ച് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇത്രയും പറഞ്ഞ കാര്യം തന്നെയാണ്.
സോ നെക്സ്റ്റ് വൺ ഇസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. മിക്കവാറും ഒക്കെ MCQ അല്ലെങ്കിൽ GPAT അല്ലെങ്കിൽ ഡിഗ്രി ബേസ്ഡ് എക്സാംസിലൊക്കെ മിക്കവാറും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് TQM. So TQM is a management approach emphasizing quality in all business aspects to achieve long-term success by delivering quality product and service. എന്താ മനസ്സിലായത്? നമുക്ക് ലോങ് ടേം സക്സസ് ആണ് എപ്പോഴും വേണ്ടത്, ഷോർട്ട് ടേം സക്സസ് അല്ല. ഇന്ന് നമ്മൾ ചെയ്തു, ഇന്ന് നമുക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതിനേക്കാൾ ലോങ് ടേം സക്സസ് വേണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആവശ്യമാണ്. അതായത് പ്രൊഡക്റ്റിലും സർവീസിലും. ഇപ്പം നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയത് മുതൽ അത് സർവീസ് കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യണം, ഈ TQM അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. സോ TQMൽ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ്. സോ കസ്റ്റമേഴ്സിന് സാധനം കിട്ടുന്നുണ്ടോ, അവർക്ക് വിചാരിക്കുന്ന രീതിയിലാണോ സാധനം കയ്യിൽ കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. കാര്യം ഇപ്പം എല്ലാ സമയത്തും ഒരേപോലെയുള്ള സാധനങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആകാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂടാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്, എംപ്ലോയീസിനെ എല്ലാ ലെവലിലും നമ്മൾ എന്ത് ചെയ്യണം, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കണം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് TQM എന്തൊക്കെയാണ്? ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി. ലീഡർഷിപ്പ്, സോ ചില സമയങ്ങളിൽ ലീഡേഴ്സ് ചില വിഷനും അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയും, അതൊക്കെ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കസ്റ്റമർ ഫോക്കസ്, അറ്റ് ദ എൻഡ് നമുക്ക് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രൈമറി എയിം. അപ്പോൾ അവരെ നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രശ്നം? കാരണം നമ്മൾ ഒരിക്കൽ ചെയ്തു QA QC എല്ലാം കഴിഞ്ഞ സാധനം നമ്മളെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ അതിലെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്ന ആരാണ്? നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. ആൻഡ് സിസ്റ്റമിക് അപ്രോച്ച്, ഇന്റഗ്രേറ്റ് ഓൾ പ്രോസസ് ഇൻ കോഹസീവ് സിസ്റ്റം. സോ എന്താണ്, നമ്മൾ എല്ലാ രീതിയിലും എന്ത് ചെയ്യണം, നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ആൻഡ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ്, ഞാൻ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. സോ എലമെന്റ്സ് ഓഫ് TQM എന്താണ്? ഫസ്റ്റ് വൺ, ഇതൊരു വീട് പോലെയാണ് നിങ്ങൾ വിചാരിക്കുക. ഈ TQM എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ്. ഒരു വീട് വെക്കണമെങ്കിൽ എന്ത് വേണം? ഫൗണ്ടേഷൻ വേണം, കല്ല് വേണം, ആൻഡ് ബിൽഡിംഗ് നമ്മൾ കെട്ടിക്കൊണ്ടുവരണം, ആൻഡ് റൂഫ് വേണം. അതുപോലെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ടേഷൻ, ഓർഗനൈസേഷണൽ പേഴ്സണൽ എത്തിക് ഗൈഡ് ആക്ഷൻ, ഹോണസ്റ്റി, ഫെയർനെസ്, അഡ്ഹറൻസ് ഓഫ് വാല്യൂ, ബിൽഡിംഗ് എംപവർ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സോ ബേസിക്കലി നമ്മളൊരു വീട് വെക്കുമ്പോൾ എന്ത് വേണം? നമുക്ക് ആദ്യം തറക്കല്ല് വേണം. തറക്കല്ല് സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്ന്, സത്യസന്ധത വേണം, ഫെയർനെസ് വേണം, പിന്നെ അത് മാത്രമല്ല കമ്മിറ്റ്മെന്റ് വേണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷൻ അകത്താണ് വരുന്നത്. രണ്ട്, ബിൽഡിംഗ് ബ്രിക്സ്. ഇവിടെ നമ്മൾ പ്രോബ്ലം സോൾവിങ്, ടീം വർക്ക്, ടെക്നിക്കൽ ഏരിയ. അതായത് നമ്മൾ ഓർഗനൈസേഷൻ അത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും വരിക. അതായത് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ട്രെയിനിങ് കൊടുക്കുക, ടീം വർക്ക് കൂട്ടുക, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതൽ കൊണ്ടുവരിക. സോ ലീഡർഷിപ്പ് എന്തിനാണ് നമുക്ക് ഓരോ ലീഡേഴ്സിനെ വെക്കുന്നത്? അല്ലെങ്കിൽ ഒരു പറയുകയാണ് ഇതാണ് നിങ്ങളുടെ ടീം ലീഡ്. എൻ്റെ ആവശ്യം എന്താണ്? ടീം ലീഡ് എൻഷുർ ചെയ്യും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, ഓർഗനൈസേഷൻ പോളിസിയുമായി ബന്ധമുണ്ടോ, ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കുന്ന ആരാണ്? ലീഡേഴ്സ് ആയിരിക്കും. ആൻഡ് ബൈൻഡിങ് മോട്ടോഴ്സ്, സോറി ഞാൻ ബിൽഡിംഗ് മോട്ടോഴ്സ് എന്നാണ് പറഞ്ഞത്, ബൈൻഡിങ് മോട്ടോഴ്സ് ആണ് കേട്ടോ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ നമുക്ക് ക്ലാരിറ്റിയും അണ്ടർസ്റ്റാൻഡിങ്ങും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടോ, മനസ്സിലാവുന്നുണ്ടോ. നെക്സ്റ്റ് വൺ ഇസ് റൂഫ് ആണ്. റൂഫ് മീൻസ് എന്താണ്? റിവാർഡ്, അച്ചീവ്മെന്റ്, കോൺട്രിബ്യൂട്ട് ടു ടീം ആൻഡ് ഇൻഡിവിജ്വൽ. സോ ബേസിക്കലി നമ്മൾ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്തിട്ട് അത് അവിടെ ശമ്പളം മാത്രം കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ റിവാർഡും അച്ചീവ്മെന്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് റെക്കഗ്നൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇതാണ് എലമെന്റ് ഓഫ് TQM. സോ എളുപ്പമാണ്, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ GMP നോക്കി, TQM നോക്കി, ആൻഡ് QAQs നോക്കി. ഇത്രയും എളുപ്പമാണ്. ഇത് ഇത്രയും ബേസിക്സ് ആണ്. ഇത് പഠിക്കാതെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്ലാസ് കേൾക്കുക, വായിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.